നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇത്തവണത്തെ ശബരിമല സീസണിൽ അസാധാരണമായ പല അനുഭവങ്ങളും പല പ്രശ്നങ്ങളുമായിരുന്നു ഉടലെടുത്തിട്ടുണ്ടായിരുന്നത്. സാധാരണയേക്കാൾ കൂടുതൽ ഭക്തജനങ്ങളാണ് ഇത്തവണ ശബരിമലയിൽ എത്തിയത്. അതുകൊണ്ട് തന്നെ തിരക്ക് നിയന്ത്രിക്കുന്നതിൽ വലിയ രീതിയിൽ തന്നെ ഒരു വീഴ്ച ഉണ്ടായി എന്നുള്ള വിമർശനമാണ് ശബരിമല സീസൺ കഴിഞ്ഞതിന് ശേഷം ഭക്തരുടെ ഭാഗത്തു നിന്ന് ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നത്. ഇപ്പോഴിതാ ശബരിമലയെ തകർക്കാനുള്ള വ്യാജ പ്രചാരണങ്ങളാണ് മണ്ഡല മകരവിളക്ക് കാലത്ത് നടന്നതെന്ന് ദേവസ്വം മന്ത്രി ഇന്ന് നിയമസഭയിൽ അറിയിച്ചിരിക്കുകയാണ്. യഥാർത്ഥ ഭക്തർ ആരും ശബരിമലയിൽ ദർശനം നടത്താതെ മടങ്ങിയിട്ടില്ലെന്നും പമ്പയിലും മറ്റിടങ്ങളിലും മാലയൂരിയോ തേങ്ങയുടച്ചോ തിരികെ പോയത് കപട ഭക്തരാണെന്ന് മന്ത്രി പറഞ്ഞു. ഭക്തർ പമ്പയിൽ മാലയൂരി തിരികെ പോകേണ്ട അവസ്ഥ ഉണ്ടായെന്ന ഒരു വിമർശനം MV വിൻസെന്റ് പ്രസ്താവനയ്ക്കാണ് മറുപടിയായിട്ട് മന്ത്രി പറഞ്ഞത്. ഇക്കുറി ശബരിമല തീർത്ഥാടനം ദുരിതപൂർണമായിരുന്നുവെന്നും വിൻസെന്റ് പറഞ്ഞു. മണ്ഡല മകരവിളക്ക് സീസണിൽ ഏതാണ്ട് 52 ലക്ഷത്തിലധികം ആളുകൾ ശബരിമലയിൽ ദർശനം നടത്തിയതായി മന്ത്രി പറഞ്ഞു. ചില സന്ദർഭങ്ങളിൽ തിരക്ക് വർദ്ധിച്ചിരുന്നുവെന്നും ചില ദിവസങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും മന്ത്രി സഭയെ അറിയിച്ചു. പക്ഷേ അതുപയോഗിച്ചുകൊണ്ട് ശബരിമലയെ തകർക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ട സാഹചര്യമാണ് ഉള്ളത്. സംഭവിക്കാത്ത കാര്യങ്ങൾ സംഭവിച്ചുവെന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ ശ്രമമുണ്ടായി. സന്നിധാനത്ത് ഭക്തരെ തല്ലിച്ചതയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് രാജ്യവ്യാപകമായി ഒരു വീഡിയോ പ്രചരിച്ചത് അതിനുദാഹരണമാണ്. യഥാർത്ഥത്തിൽ ഭക്തരെന്ന് പറയുന്നയാളെ മർദ്ദിച്ചത് ആന്ധ്രയിലോ തെലങ്കാനയിലോ വെച്ചാണ്. എന്നാൽ ശരണവിളിയുമായി കൂട്ടിയോജിപ്പിച്ചാണ് വ്യാജ വീഡിയോ പ്രചരിപ്പിച്ചത്. അത് ഭക്തരിൽ വലിയ രീതിയിലുള്ള ആശങ്ക ഉണ്ടാക്കിയെന്നും മന്ത്രി പറഞ്ഞു. തിരക്ക് നിയന്ത്രണ വിധേയമാക്കാൻ പോലീസിന് ചിലപ്പോൾ ഇടപെടേണ്ടി വന്നിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഇല്ലെങ്കിൽ അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നു. പുൽമേട്ടിലെയും പമ്പയിലെയും മുൻ അനുഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് പോലീസ് ശ്രമിച്ചതെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം ശബരിമലയിലെ വെർച്വൽ ക്യൂ നമ്പർ കുറച്ചപ്പോൾ പലയിടത്തും മണിക്കൂറുകളോളം വാഹനങ്ങൾ പോലീസ് തടഞ്ഞിട്ടുണ്ടെന്നും അത് ഭക്തരെ വലച്ചുവെന്നും PC വിഷ്ണുനാഥ് MLA ചൂണ്ടിക്കാട്ടി. കുടിക്കാൻ വെള്ളമില്ലാതെയും പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ സൗകര്യമില്ലാതെയും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ ഉൾപ്പെടെ ബുദ്ധിമുട്ടിയെന്ന് വിഷ്ണുനാഥ് പറഞ്ഞു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവർ പ്രശ്നമുണ്ടായിട്ട് അവരുടെ എല്ലാം ഭാഷയിൽ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന അവസ്ഥയുണ്ടായി. മൾട്ടി ലാംഗ്വേജ് തെറി കേൾക്കേണ്ട സാഹചര്യം സർക്കാരിന് നല്ലതല്ലെന്നും ഇനി ആ സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും PC വിഷ്ണുനാഥ് പറഞ്ഞു. ഇത്തവണത്തെ മണ്ഡലകാല മകരവിളക്ക് സീസണിൽ ശബരിമലയിലെ വരുമാനം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 10 കോടി രൂപ വർദ്ധിച്ചു. ഇത്തവണ ലഭിച്ച വരുമാനം 357,47,00,000 രൂപയാണെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അറിയിച്ചിരുന്നു. കഴിഞ്ഞ വർഷം ഇത് 347,12,00,000 രൂപയായിരുന്നു. ശബരിമലയിൽ എത്തിയ ഭക്തരുടെ എണ്ണത്തിലും ഇത്തവണ വർധനവുണ്ടായി. 50 ലക്ഷമാണ് ഇത്തവണ ശബരിമലയിൽ എത്തിയത്. കഴിഞ്ഞ സീസണിൽ ഇത് 44 ലക്ഷമായിരുന്നു. 5 ലക്ഷം ഭക്തരാണ് ഇത്തവണ അധികമായി സന്നിധാനത്ത് ദർശനം നടത്തിയത്.